ഇന്ത്യൻ റെയിൽവേയുടെ യാത്രാ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നു. നിലവിൽ ഉപയോഗിക്കുന്ന പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം നവീകരിച്ച് കൂടുതൽ വേഗതയേറിയതും സ്ഥിരതയുള്ളതുമായ പുതിയ ഡിജിറ്റൽ സംവിധാനം ഓഗസ്റ്റിൽ ഘട്ടം ഘട്ടമായി നടപ്പാക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ റെയിൽവേയുടെ യാത്രാ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ വരാനിരിക്കുകയാണ്. നിലവിൽ ഉപയോഗിക്കുന്ന പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം നവീകരിച്ച് കൂടുതൽ വേഗതയേറിയതും സ്ഥിരതയുള്ളതുമായ പുതിയ ഡിജിറ്റൽ സംവിധാനം ഓഗസ്റ്റിൽ ഘട്ടം ഘട്ടമായി നടപ്പാക്കുമെന്നാണ് റെയിൽവേ മന്ത്രാലയം അറിയിച്ചത്. 4 പതിറ്റാണ്ടുകളിലേറെയായി പ്രവർത്തിക്കുന്ന പഴയ സംവിധാനമാണ് പകരമായി ഈ വലിയ അപ്ഗ്രേഡ് ഒരുക്കുന്നത്. പുതിയ റിസർവേഷൻ സിസ്റ്റം കൂടുതൽ ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ വികസിപ്പിച്ചെടുക്കുന്നതാണ്. ഒരേ സമയം ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷനുകൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഉയർന്ന സെർവർ സംവിധാനമാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത. ഇതിലൂടെ ബുക്കിംഗ് വേഗത വർദ്ധിപ്പിക്കാനും തിരക്കേറിയ സമയങ്ങളിലും സിസ്റ്റം സ്ഥിരതയോടെ പ്രവർത്തിക്കാനും സഹായിക്കും. തത്കാൽ ബുക്കിംഗ് അനുഭവവും ഈ പുതിയ സംവിധാനത്തിലൂടെ മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ ഉപയോക്താക്കൾ നേരിടുന്ന ലോഗിൻ പ്രശ്നങ്ങളും സ്ലോ ഡൗണും വലിയ തോതിൽ കുറയാൻ സാധ്യതയുണ്ട്. കൂടാതെ AI അടിസ്ഥാനമാക്കിയുള്ള വെയിറ്റിംഗ് ലിസ്റ്റ് പ്രവചന സംവിധാനം കൂടി ഉൾപ്പെടുത്തുന്നതിലൂടെ കൺഫർമേഷൻ സാധ്യത കൂടുതൽ കൃത്യമായി തന്നെ അറിയാനും സാധിക്കും. റദ്ദാക്കലുകളും റീഫണ്ടും കൂടുതൽ വേഗത്തിലും സുതാര്യമായും കൈകാര്യം ചെയ്യുക എന്നതും ഈ അപ്ഗ്രേഡിന്റെ ഭാഗമാണ്. യാത്രക്കാർക്ക് പണം തിരികെ ലഭിക്കുന്ന പ്രക്രിയ ലളിതമാക്കാനും സമയനഷ്ടം കുറയ്ക്കാനും പുതിയ സിസ്റ്റം സഹായിക്കും. കൂടാതെ മൊത്തത്തിലുള്ള ബാക്ക് എൻഡ് പ്രോസസ്സിംഗ് കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യും. പുതിയ റിസർവേഷൻ സിസ്റ്റം പൂർണ്ണമായി പ്രവർത്തനക്ഷമമായാൽ ടിക്കറ്റ് ബുക്കിംഗ് കൂടുതൽ വേഗത്തിലും വിശ്വസനീയവുമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. IRCTC വഴി ഓൺലൈൻ ബുക്കിംഗും റെയിൽവേ കൗണ്ടർ ബുക്കിംഗും കൂടുതൽ സ്ഥിരതയോടെ പ്രവർത്തിക്കുകയും യാത്രക്കാരുടെ അനുഭവം ഗണ്യമായി മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് തന്നെ കരുതുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.